എടാ ബാ നമുക്കിനി എന്ത് ചെയ്യാം, മറ്റൊരു ചെറിയ ഏരിയ ആണ് എന്ത് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. ചോദിക്കുന്നുണ്ട് ഒരു 5-5 മാർക്കിനൊക്കെ ചോദിക്കുന്ന നോർമലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, 5 മാർക്കിന് മിനിമം പറഞ്ഞതാണ്. നോർമലി 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. അത് വെച്ചിട്ട് ഹയർ വരാൻ പാടില്ല എന്നല്ല. ഹയർ ക്വസ്റ്റ്യൻസ് വേണം, ഹയർ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാം. പക്ഷേ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര മാത്രമേ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ്. പക്ഷേ സ്റ്റിൽ നമുക്കറിയാം 5 മാർക്ക് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതുവരെ എന്താന്ന് പോലും അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് എന്താന്ന് പോലും ജസ്റ്റ് എന്ത് ചെയ്യാം പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഒന്നും ഇതിനെപ്പറ്റി ധാരണയില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ധാരണയാവാൻ വേണ്ടിയിട്ട് മാക്സിമം ഷോർട്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാം. അപ്പം അതിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഓക്കെ, മാനുഫാക്ചറിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ, അതായത് എന്തെങ്കിലും സാധനം എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ മുമ്പത്തെ ഇതിലൊക്കെ നമ്മൾ ഓൾറെഡി ഫൈനൽ അക്കൗണ്ട്സ് അതൊക്കെ നമ്മൾ റിവിഷൻ എല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിന്റെ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്കവിടെ ഉണ്ടായത് 3 FS ആണ് അല്ലെ. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 3 FS ഉണ്ടായത് അല്ലെ. ഏതെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ 3 സാധനമാണ് നമുക്ക് എന്ത് ചെയ്ത് അവിടെ ആ ചാപ്റ്ററിൽ നമ്മൾ വരച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്ക്, അവിടെ ട്രേഡിങ് അല്ലെ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് നമ്മളെ മെയിൻ ബിസിനസ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മളത് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം, അതായത് എന്തുണ്ടാവും, നമ്മൾ ഈ വർഷം നമ്മൾ കുറേ എന്ത് വാങ്ങിയിട്ടുണ്ട്, നമ്മൾ കുറേ ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എന്തുണ്ടാവും, ഓൾറെഡി ഉള്ള കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉള്ള ഗുഡ്സ്, അത് നമ്മൾ എന്തെന്ന് വിളിക്കും, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കും, അത് ഉണ്ടാവാം. അതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താൽ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ട്രേഡിങ്ങിൽ ആദ്യം എന്ത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ബാലൻസ് ഉള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, പുതുതായിട്ട് വാങ്ങിയ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഉണ്ടാവും. പിന്നെ അത് വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ അല്ലെ, അത് പർച്ചേസ് ചെയ്യുന്നതും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരും, അത് വിറ്റിട്ട് കിട്ടിയ സെയിൽസിന്റെ ഫിഗറും. ഇനി ആ വാങ്ങിയ ഗുഡ്സ്, വാങ്ങിയ ഗുഡ്സ് ഈ 2 ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ളതും പർച്ചേസും ഈ വർഷം പുതുതായിട്ട് വാങ്ങിയതും, ഈ 2 ടോട്ടൽ ഗുഡ്സിന് നമ്മൾ വിറ്റ ഗുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, കുറച്ച് ഗുഡ്സ് ബാലൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യണം, നമ്മൾ ഈ അക്കൗണ്ട്, അത് നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് പർച്ചേസിന് കുറക്കാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ എന്തും ആവാം, ഗ്രോസ് ലോസും ആവാം. ഇതാണ് നമ്മൾ ഓൾറെഡി എവിടെ പറഞ്ഞത്, ഫൈനൽ അക്കൗണ്ട്സ് നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റി, അതായത് ട്രേഡിംഗ് ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന, നമ്മളിങ്ങനെയാണ് എന്ത് ചെയ്യാറ്, സാധാരണ ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്യാറ്. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കി, അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം വാങ്ങി പർച്ചേസ് ചെയ്ത് വെച്ചതിൽ ബാലൻസ് ഉള്ളത്, ഈ വർഷം പുതിയതായിട്ട് വാങ്ങിയത്. ബട്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ, മാനുഫാക്ചറിങ് അക്കൗണ്ട്. അതായത് നമ്മളിവിടെ ഡയറക്റ്റ് എന്തല്ല, ഇവിടെ നമ്മൾ എന്താ ട്രേഡിങ്ങിൽ, അതായത് ട്രേഡിങ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഓൾറെഡി മാനുഫാക്ചറിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയ ഒരു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യും. അത് അതേപോലെ തന്നെ ഒരു മാറ്റവും വരുത്താതെ അത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, അത് അതേപോലെ എന്തും ചെയ്യും, സെയിലും ചെയ്യും. അതാണ് ട്രേഡിംഗ് ബിസിനസ്സിന് നടക്കുന്ന കാര്യം അല്ലേ. അതാണ് ട്രേഡിംഗ് ബിസിനസ്സിൽ നടക്കുന്ന ആ ഒരു നോർമൽ ബിസിനസ്, അതായത് നോർമൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്, മാനുഫാക്ചറിങ് ഒരിക്കലും, അതായത് വാങ്ങിയ സാധനം അതേപോലെയല്ല നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക. ഓക്കെ, വാങ്ങിയത് അതേ ഫോമിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുക റോ മെറ്റീരിയൽസ് ആണ് അല്ലേ. മാനുഫാക്ചറിങ് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക റോ മെറ്റീരിയൽസ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, ഫിനിഷ്ഡ്, അതായത് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് പുതിയൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും. എന്നിട്ട് ഈ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുക.
അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇവിടെ നമ്മൾ ആക്ച്വലി ഫിനിഷ്ഡ് ഗുഡ്സ് എന്തല്ല ചെയ്യുന്നത്, പർച്ചേസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ ഓക്കെ, പർച്ചേസ് എന്നിട്ട് എന്ത് ചെയ്യുക, വാങ്ങിയ പൈസ നമുക്ക് ഇവിടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം ട്രേഡിങ്ങിൽ. പക്ഷെ ഈ സാധനം എന്തല്ല ചെയ്തത്, പർച്ചേസ് അല്ല, റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം വാങ്ങിയിട്ട് അത് നമ്മൾ പല രീതിയിൽ കൺവേർട്ട് ചെയ്ത് പല മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിനെ ഒരു സ്റ്റേജസിൽ കൂടെയൊക്കെ പോയിട്ടാണ് അത് ഏത് സ്റ്റേജിലേക്ക് എത്തുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്താ കാണിക്കണ്ടേ, ഫിനിഷ്ഡ് ഗുഡ്സിന് നമുക്ക് ചെലവാക്കിയ പൈസ എന്താണോ അതാണ് നമ്മൾ എവിടെ കാണിക്കുക, ട്രേഡിംഗ് കാണിക്കുക. ഓക്കെ, പക്ഷെ ട്രേഡിംഗ് സാധാരണ ബിസിനസ്സിനൊക്കെ അത് ഡയറക്റ്റ് നമ്മൾ വാങ്ങുന്നതായതുകൊണ്ട് അതിന് ചെലവാക്കിയ പൈസ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അത് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഫിഗർ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. എന്തെന്ന് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്തല്ല ചെയ്യുന്നത്, നമ്മളിവിടെ അത് ഡയറക്റ്റ് വാങ്ങല്ല, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ്, നമുക്ക് എന്തിന്റെ വാല്യൂ അറിയണ്ടേ, ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാം. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ വേണ്ടി, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്ന കോസ്റ്റ് എത്രയാണ്, അതായത് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്ക് അറിയണ്ടേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ഏത് അക്കൗണ്ട് എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആടാ, ഓക്കെ. അപ്പോൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് ഒക്കെ കാണിക്കുന്ന അക്കൗണ്ടാണ് ഏത് അക്കൗണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് വിളിക്കുക. അതായത് ട്രേഡിങ്ങിൻ്റെ അതേ ഫോർമാറ്റ്, പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, എന്തും ഉണ്ടാവും, എമൗണ്ട് കോഡ്. അതാണ് നോർമലി എന്ത്, മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലടാ. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ഐഡിയ, അതായത് നമുക്ക് വരുന്ന പിക്ചർ ഇതാണ്. ഓക്കെ, എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട്, ഓക്കെ, എന്താണ് പ്രൊഡക്ഷനിൽ നടക്കുന്ന കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ സമയം കൊണ്ട് പറഞ്ഞിട്ടോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കുറച്ച് റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും, അല്ലേ? ഇതാണ് ഏതൊരു മാനുഫാക്ചറിങ് ബിസിനസ്സിൽ ആദ്യം നമുക്ക് വേണ്ട കാര്യം. അതായത് കുറച്ച് എന്ത് വാങ്ങണം, റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, നമ്മൾ പർച്ചേസ് ചെയ്യും, അല്ലടാ? റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പൊ ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് ആ റോ മെറ്റീരിയൽസ് പിന്നെ അതിൽ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽസിന് കുറച്ച് സാധനം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് എടുക്കും. ഏത് പ്രോസസ്സിലേക്ക് കടത്തും, ഏത് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കടത്തി വിടും. അല്ലെങ്കിൽ എന്തെന്ന് പറയാം, മാനുഫാക്ചറിങ് പ്രോസസ്സ്, അല്ലേ? മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമ്മളങ്ങ് എൻ്റർ ചെയ്യിപ്പിക്കും. ഓക്കെ, എന്നിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, കുറേ മാനുഫാക്ചറിങ് വർക്ക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഈ പറഞ്ഞ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം, കുറച്ച് ലാബേഴ്സ് വേണം, അല്ലേ? പിന്നെ എന്ത് വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് മെഷീൻസ്, അല്ലെ? മെഷീൻസ്, അസറ്റ് പോലത്തെ സാധനങ്ങൾ വേണ്ടി വരും, പല മെഷീൻസും കാര്യങ്ങളും വേണം. ഓക്കെ, പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു ബിൽഡിങ് വേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു ബിൽഡിങ്, ഒരു റൂം വേണ്ടി വരും, അല്ലെ? ബിൽഡിങ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഒരു റൂം വേണ്ടി വരും നമുക്ക്, അല്ലെ? മെഷീൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ബിൽഡിങ്, അതായത് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, മാനുഫാക്ചർ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി പറയുകയാണെങ്കിൽ ലാബേഴ്സ് വേണം, പിന്നെ എന്ത് വേണം, കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ വേണം, പിന്നെ എന്ത് വേണം, ഇതൊക്കെ ചെയ്യാൻ എന്ത് വേണം, ഒരു ബിൽഡിങ് റൂം വേണ്ടി വരും. പിന്നെ എന്ത് വേണ്ടി വരും, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ആലോചിച്ച് നോക്കിയാൽ. ഓക്കെ, പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള സാധനങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും എന്ത് വേണ്ടി വരും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്ത് വേണ്ടി വരും, മെറ്റീരിയൽസ് വേണ്ടി വരാം. ഓക്കെ, അതായത് നമ്മൾ ഒരു സാധനം, ഒരു ഗുഡ്സ്, അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മെയിനായിട്ട് വേണ്ടുന്ന സാധനം നമ്മൾ എന്തെന്ന് വിളിക്കുക, റോ മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. പക്ഷെ അതല്ലാതെ അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായി ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ബിസിനസ് ചിലപ്പം ഈ ഓയില്, ഗ്രീസ്, അങ്ങനത്തെ, ഇപ്പം വെഹിക്കിൾസിന്റെ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആകാൻ വേണ്ടി നമ്മൾ ഗ്രീസ്, ഓയില്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് മെറ്റീരിയൽസ് ആണ്.
അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. പക്ഷെ അതൊരിക്കലും നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇപ്പോൾ കാർ ഉണ്ടാക്കിയാൽ കാറ് നമുക്ക് ഈ ഗ്രീസും ഓയിലൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കാണാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രൊഡക്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൽ ആ സാധനം കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അങ്ങനെ അതിൽ കാണാൻ പറ്റാത്ത വേറെയും കുറേ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുറേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നുപോയി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലാബേഴ്സ് ആണ്. അപ്പൊ ലാബേഴ്സിന് എന്ത് കൊടുക്കേണ്ടി വരും, വേജസ് കൊടുക്കേണ്ടി വരും അല്ലേ. അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ശമ്പളങ്ങൾ കൊടുക്കേണ്ടി വരും, വേജസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി മെഷീൻ്റെ കേസിൽ ആലോചിച്ച് വെക്കുകയാണ്. ചിലപ്പോൾ മെഷീൻ അസറ്റൊക്കെ നമുക്ക് എന്തിനെടുക്കാം, ഓക്കെ, അത് നമ്മൾ പർച്ചേസ് ചെയ്താവാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ എന്താ, മെഷീൻ പർച്ചേസ് ചെയ്തു, ഓക്കെ, അതൊരു അസറ്റാണ്. മെഷീൻ എന്ന് പറഞ്ഞ സാധനം എന്താ, അസറ്റാണ്. പക്ഷെ അത് പർച്ചേസ് ചെയ്യുന്ന അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്ററാണ് എന്ത്, നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്യുന്ന ചാപ്റ്ററാണ് എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ഒരു മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്തു, പക്ഷെ ആ മെഷീന് നമ്മൾ ഈ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ അല്ല പ്രൊഡക്ഷന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തേയ്മാനം, വിയർ ആൻഡ് ടിയർ പോലത്തെ പല, ഇപ്പോൾ മാനുഫാക്ചറിൻ്റെ കേസിൽ പല കെമിക്കൽ റിയാക്ഷൻസ്, പല കാര്യങ്ങളും മെഷീൻ്റെ മേലെ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ മേലെ സംഭവിച്ചിട്ട് അതിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും, ഡിപ്രീസിയേഷൻ വരും. ഓക്കെ, അപ്പം നമ്മൾ ഓൺ ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരും, അതിൻ്റെ ഡിപ്രീസിയേഷൻ വരും. ഓക്കെ, ഡിപ്രീസിയേഷൻ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മറ്റേ സാധാരണ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ, അതായത് ട്രേഡിംഗ് ബിസിനസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ ഏതിലാണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എവിടെയാണ് കാണിച്ചിട്ടുള്ളത്, ഡിപ്രീസിയേഷൻ എന്ന എക്സ്പെൻസ് P&L കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതെന്തുകൊണ്ടാണ്, അത് നമ്മൾ എന്തിനു ഉപയോഗിക്കും, ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ആവണമെങ്കിൽ അത് പർച്ചേസ് ആയിട്ടോ പ്രൊഡക്ഷൻ ആയിട്ടോ ബന്ധമാണ്. പക്ഷെ സാധാരണ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ട്രേഡിംഗ് ബിസിനസ്സിൽ അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല മെഷീൻ അസറ്റ് യൂസ് ചെയ്യുന്നത്, അവിടെ ഓഫീസിൽ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ ഡിപ്രീസിയേഷൻ അവിടെ എവിടെയാണ് കാണിച്ചത്, P&L നമ്മൾ എന്ത് ചെയ്തത്, കാണിച്ചത്. പക്ഷേങ്കിൽ ഈ ഡിപ്രീസിയേഷൻ, അതായത് ഈ അസറ്റ് എന്തുമായിട്ട് ബന്ധമുണ്ട്, മാനുഫാക്ചറിങ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ വരുന്ന എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത് എന്തിൽ കാണിക്കണം, ഇത് എന്തുമായിട്ട് ബന്ധമുണ്ട്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ത് എക്സ്പെൻസാണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ. പിന്നെ ചിലപ്പോൾ എന്തെടുക്കാം, റെന്റിന് എടുത്താൽ, റെന്റിന് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, റെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ, റെന്റ് കൊടുക്കേണ്ടി വരാം. ഓക്കെ, പിന്നെ ബിൽഡിംഗ് റൂം, ഇതും ബിൽഡിംഗ് റൂമിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ചു, ബിൽഡിംഗ് റൂമിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, ബിൽഡിംഗ് റൂമിന്റെ കേസിലും ഇതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നോർമലി ബിൽഡിംഗ് റൂമൊക്കെ നമ്മൾ എന്തിനു എടുത്താവാം, റെന്റിന് എടുത്താവാം. അപ്പൊ ഇതിന്റെ മേലെ ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും, റെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ, റെന്റ് കൊടുക്കേണ്ടി വരാം. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, അത് പർച്ചേസ്, അത് വാങ്ങാൻ വേണ്ടി നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും, കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ചെലവുകളൊക്കെ വന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഇത്രയും ചെലവ് വന്നിട്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത്, എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ നടത്തിക്കൊണ്ട് റണ്ണ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇത്രയും ചെലവുകളൊക്കെ വന്ന് ഈ പ്രൊഡക്ഷൻ പ്രോസസ് ഇങ്ങനെ റണ്ണ് ചെയ്ത് ഈ സാധനം ഏതിലേക്ക് എത്തും, ഇത് ഏത് കണ്ടീഷനിലേക്ക് എത്തും, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തും. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തും. അപ്പം നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അറിയേണ്ടത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മൊത്തം കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വന്നതാണ് എന്ത്, റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലേ. റോ മെറ്റീരിയൽസ് മെയിനായിട്ട് വന്ന എക്സ്പെൻസ് ആണ്. പിന്നെ അതേപോലെ അത് മാത്രം മതിയോ, അത് റോ മെറ്റീരിയൽസ് ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് വേണം, വർക്കേഴ്സ് വേണം. അവർക്ക് കൊടുത്ത വേജസും എന്തിൻ്റെ എക്സ്പെൻസാണ്, ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് അല്ലേ. അപ്പം അതും എന്ത്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അതിന് ലേബേഴ്സ് മാത്രം ഉണ്ടായാൽ പോലെ അവിടെ മെഷീൻസും അസറ്റുകളൊക്കെ വേണം. അപ്പോൾ ഈ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെന്റ് ആണെങ്കിൽ റെന്റ്, ഡിപ്രീസിയേഷൻ ആണ് ഡിപ്രീസിയേഷൻ, ഇതും എന്തിൻ്റെ എക്സ്പെൻസാണ്, ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന എക്സ്പെൻസിന്. അപ്പോൾ അതും ഏതിലേക്ക് ആഡ് ആവണം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റിലേക്ക് എന്താവണം, ആഡ് ആവണം. ബിൽഡിങ് ഇതൊക്കെ ഉണ്ടായാൽ പോലല്ലോ, ഇതൊക്കെ ചെയ്യാനൊരു സ്ഥലം വേണ്ടേ, ഒരു റൂം വേണ്ടേ. അപ്പോൾ ആ റൂമിന് കൊടുക്കുന്ന റെന്റും എന്തിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്, ഈ മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് തന്നെയാണ്. അതിന് ഉപയോഗിച്ച, അതായത് അതിൻ്റെ കാര്യങ്ങൾ, ഗ്രീസ് പോലത്തെ സാധനങ്ങൾ, മറ്റുള്ള മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസ് ഇല്ലാണ്ടും എന്ത് കംപ്ലീറ്റ് ആവില്ല, മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഈ എക്സ്പെൻസും എന്തിൻ്റെ പാർട്ട് തന്നെയാണ്, മാനുഫാക്ചറിങ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പാർട്ട്. അപ്പോൾ സിമ്പിൾ ഈ ചാപ്റ്ററിൽ ഇത്ര നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു എക്സ്പെൻസിന്, ആ എക്സ്പെൻസിന് മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധമുണ്ടോ, ആ എക്സ്പെൻസിന് മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധമുണ്ടോ, റിലേഷൻ ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ മോനെ എന്ത് ചെയ്യണം, നമ്മൾ ഏത് അക്കൗണ്ടിൽ കാണിക്കണം, അത് എന്തിൻ്റെ എക്സ്പെൻസാണ്, മാനുഫാക്ചറിങ്ങിൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യണം,
കാണിക്കണം. നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഡ്രോ ചെയ്തിട്ട് വരച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമുക്ക് ഈ ഉണ്ടാക്കിയ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത, നമ്മൾ ഇത്രയും സമയം പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫിനിഷ്ഡ് ഗുഡ്സിന് വന്ന മൊത്തം ചെലവ് കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അത് ഏത് അക്കൗണ്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാം? മാനുഫാക്ചറിങ് അക്കൗണ്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഏത് സ്റ്റേജിൽ എത്തുന്നവരെ, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് ആ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഓവറോൾ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത് എൻഡിയർ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡിയർ പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കാണിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി എന്താവുക, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു? ആദ്യം വരുന്ന ഒരു എക്സ്പെൻസ് ആണ് എന്ത്? റോ മെറ്റീരിയൽ എന്ത് ചെയ്തത്? പർച്ചേസ് ചെയ്തത്. അല്ലടാ, റോ മെറ്റീരിയൽ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അതാണ് ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വർഷം നമ്മൾ 1000 യൂണിറ്റ് എന്ത് വാങ്ങിയിട്ടുണ്ട്? റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. മൊത്തം 1000 എണ്ണം എന്ത് വാങ്ങിയിട്ടുണ്ട്? റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒന്നിന് 10 രൂപ വെച്ചിട്ടാണ് എക്സ്പെൻസ് വരുന്നത്. അപ്പൊ എത്ര രൂപയുടെ സാധനം? മൊത്തം 10,000 റുപ്പീസിന്റെ എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആലോചിച്ച് നോക്ക്, അതിൽ നോക്കുന്ന സമയത്ത് ഈ വർഷം, അതായത് എന്ത് ചെയ്തു? ഈ മാനുഫാക്ചറിംഗിലെ കംപ്ലീറ്റ് ഒരു പീരീഡ് എൻഡ് ആയപ്പോൾ റോ മെറ്റീരിയൽ എന്ത് കാണുന്നുണ്ട്? ബാലൻസ് കാണുന്നുണ്ട്. ഒരു എത്ര? 100 യൂണിറ്റ് എന്തുണ്ട്? ബാലൻസ് ഉണ്ട്. അതായത് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ട് 1000 റുപ്പീസിന്റെ റോ മെറ്റീരിയൽസ് എന്തുണ്ട്? അവിടെ ബാലൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് 10,000 കാണിക്കണോ, അല്ലെങ്കിൽ ആ 10,000 ഈ 1000, അതായത് അതിൽ എന്താണ് 10,000 റുപ്പീസ് വരുന്ന റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ ഈ വർഷം നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? അതിൽ 1000 എന്തുണ്ട്? അവിടെ ബാലൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10,000 എന്ത് കുറക്കണം? 1000 കുറച്ചിട്ട് ബാക്കി 9,000 അല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ യൂസ് ചെയ്തത് മാത്രമേ എക്സ്പെൻസ് ആക്കണ്ടൂ. ഓക്കെ, അപ്പം റോ മെറ്റീരിയൽസ് എക്സ്പെൻസ് ആക്കുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽസ് മൊത്തം എന്താക്കാൻ പാടില്ല? എക്സ്പെൻസ് ആക്കാൻ വേണ്ടി പാടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മൾ എന്താണ്, എത്ര റോ മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്തേ? കൺസ്യൂം ചെയ്തേ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. എത്ര റോ മെറ്റീരിയൽ ആണ് കൺസ്യൂം ചെയ്തേ, അതാണ് നമ്മൾ എന്താക്കേണ്ടത്? എക്സ്പെൻസ് ആക്കേണ്ടത്. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ എന്താക്കേണ്ടത്? എക്സ്പെൻസ്. അപ്പൊ എങ്ങനെ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ചു റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ വർഷത്തെ റോ മെറ്റീരിയൽ വാങ്ങി അതിൽ എത്ര ബാലൻസ് ഉണ്ട്, ആ ബാലൻസിന് വിളിക്കുന്നതാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത്? റോ മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, അതായത് ഈ ചാപ്റ്ററിൽ മാനുഫാക്ചറിംഗ് സാധാരണ ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടല്ലോ. അതായത് ഏത്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ നിങ്ങൾ ഇത്രയും ഫൈനൽ അക്കൗണ്ട്സിലേക്ക് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്തിനും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും? ഫിനിഷ്ഡ് ഗുഡ്സിനും സ്റ്റോക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും? വാങ്ങിയ റോ മെറ്റീരിയൽസിൽ എന്തുണ്ടാവും? ബാലൻസ് ഉണ്ടാവും. അപ്പം റോ മെറ്റീരിയൽസിനും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ വാങ്ങിയ പർച്ചേസ് ചെയ്ത എന്ത് കുറച്ചാകണം? റോ മെറ്റീരിയലിലെ ബാലൻസ് ഉള്ളത് എന്ത് ചെയ്യണം? കുറച്ചാകണം. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ഇതേപോലെ ഒരു ബാലൻസ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം എന്ത് ചെയ്യും? കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വർഷം തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാവില്ലേ? അപ്പം ഇപ്പൊ ഉദാഹരണം പറയുകയാണ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഈ 1000 ഈ വർഷം ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത വർഷം ഈ 1000 യൂസ് ചെയ്യൂലേ? അപ്പൊ അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ പർച്ചേസ് ചെയ്തത് എന്നാ പറയാ? ഒരു 800 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇയർ പർച്ചേസ് എത്ര? 800 യൂണിറ്റ്, അതായത് 8,000 റുപ്പീസിന്റെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്തത്? പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ആ 8,000 പർച്ചേസ് ചെയ്തേല് ആ 8,000 പർച്ചേസ് ചെയ്തതിന് പുറമെ ഈ കഴിഞ്ഞ വർഷം ബാലൻസ് ഉണ്ടായ 1000 കൂടി നിങ്ങൾ ഈ വർഷം ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അതും കൂടി അത് എക്സ്പെൻസ് ആക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ബാലൻസ്, അതായത് ഈ വർഷത്തെ എന്ത് ഓപ്പണിംഗ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ കൺസ്യൂം ചെയ്തത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത് ചെയ്യുക? റോ മെറ്റീരിയലിന്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യുക? ഈ വർഷം വാങ്ങിയ പർച്ചേസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആയിത്തന്നെ നമ്മൾ എന്ത് കുറച്ച് കളയുക? ഈ വർഷം ബാക്കിയുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയലിന്റെ കൺസ്യൂമർ, എത്ര റോ മെറ്റീരിയൽ കൺസ്യൂമർ എന്നുള്ളതിന് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഇതാണ് നമ്മൾ എന്ത് എക്സ്പെൻസ് ആക്കി മാറ്റണ്ടേ? മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആക്കി നമ്മൾ എന്ത് ചെയ്യണ്ടേ? കാണിക്കണ്ടേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം
അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ആദ്യം വരുന്ന എക്സ്പെൻസ് ആണ് എന്ത്? ഓക്കെ, ആദ്യം വരുന്ന എക്സ്പെൻസ് ആണ് ഏത് എക്സ്പെൻസ്? റോ മെറ്റീരിയൽ കൺസ്യൂമർ. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ കൺസ്യൂമർ എത്ര നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണ്ടേ നോക്കണ്ടേ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സെപ്പറേറ്റ് വർക്കിംഗ് സൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അതിനെന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ, അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. അതിന്റെ പേര് എന്ത് ആഡ് ചെയ്യുക, പർച്ചേസും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ലെസ് ചെയ്യുക, അതിന്റെ റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും, റോ മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടും. എന്നിട്ട് ഇതിന്റെ അകത്ത് തന്നെ വർക്കിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പം മാനുഫാക്ചറിങ് ആദ്യം എക്സ്പെൻസ് ആണത് റോ മെറ്റീരിയൽ കൺസ്യൂമർ. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മറ്റുള്ള മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന മറ്റുള്ള എക്സ്പെൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, ഒന്ന് റോ മെറ്റീരിയൽ കൺസ്യൂമർ കാണിച്ചു. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മൾ ലാബേഴ്സിന് എന്ത് കൊടുത്തിട്ടുണ്ടാവും, വേജസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ലാബേഴ്സിന് കൊടുത്ത വേജസ് കാണിക്കണം. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലാബേഴ്സ് രണ്ട് രീതിയിൽ വരാം. ഓക്കെ, അല്ല വേജസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അടുത്ത വേജസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, വേജസിന്റെ കേസ് പറയുകയാണെങ്കിൽ വേജസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓക്കെ, ഇതിന്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് മെഷീൻസും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിന്റെ പല പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കുന്ന സാലറി, അവർക്ക് കൊടുക്കുന്ന വേജസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ആലോചിച്ച് നോക്കി. ഇനിയിപ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണം പറയാൻ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവില്ലേ, അയാൾക്ക് കൊടുക്കുന്ന വേജസ് മാനുഫാക്ചറിങ്ങിന്റെ വേജസ് ആയിട്ട് കാണിക്കണോ വേണ്ടിയോ? അയാൾക്ക് കൊടുക്കുന്ന ശമ്പളം, സാലറി കാണിക്കണടാ. കാരണം അയാൾ ഡയറക്റ്റ് മാനുഫാക്ചറിങ്ങിന്റെ പ്രൊഡക്ഷന്റെ ആ വർക്കിലേക്ക് ഡയറക്റ്റ് പോയിട്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നില്ല, ഈ പ്രൊഡക്ഷന്റെ വർക്ക് അയാൾ എടുക്കുന്നില്ല. സ്റ്റിൽ ആ പ്രൊഡക്ഷന്റെ വർക്ക് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അയാളെ സൂപ്പർവൈസിങ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ലാബറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആവുന്ന ലാബേഴ്സ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന ലാബേഴ്സ് ഉണ്ടാവും. ഓക്കെ, അവർ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിക്കോട്ടെ, ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ സൂപ്പർവൈസിങ് കൂടി നടന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ കൃത്യമായിട്ട് എന്ത് പ്രോസസ്സ് നടക്കുള്ളൂ, മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുള്ളൂ. ഓക്കെ, അപ്പം അവരെ ഇടപെടലും അതായത് അവരെ ഇൻവോൾവ്മെന്റും മാനുഫാക്ചറിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതും എന്തിന്റെ എക്സ്പെൻസ് തന്നെയാണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ അതിലൊരു ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ഓഫീസിലെ സ്റ്റാഫ് എന്ന് വിചാരിക്കുക. അത് ഓഫീസിലെ സ്റ്റാഫ് മീൻസ് അതായത് നമ്മൾ ഈ സാധനം ഈ മാനുഫാക്ചറിങ്ങിലെ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവില്ലേ. ഇനി ഈ ഫിനിഷ്ഡ് ഗുഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം. ഇത് സെയിൽ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തുണ്ടാവും, ഓഫീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോർമലി ഉള്ള ഒരു ഓഫീസ് മീൻസ് എന്ത് ഓഫീസല്ല, നമ്മളെ പ്രൊഡക്ഷൻ നടക്കുന്ന അതിന്റെ അകത്തുള്ള ഓഫീസല്ല, പുറമെ നമ്മൾ സെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഓഫീസ് ഉണ്ട്. ആർത്ത സ്റ്റാഫിന് നമ്മൾ എന്ത് കൊടുത്തു, സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ അതൊരിക്കലും എന്ത് എക്സ്പെൻസ് അല്ല, കാരണം അതെന്താ, സെയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസാ. പ്രൊഡക്ഷനായിട്ട് ബന്ധമുണ്ട്. പ്രൊഡക്ഷൻ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഫാക്ടറിന്റെ അകത്ത് എന്തുണ്ട്, ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസിലെ സ്റ്റാഫ്, ഫാക്ടറിന്റെ അകത്തുള്ള ഓഫീസിലെ സ്റ്റാഫ് എന്ത് പ്രോസസ്സുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും, മാനുഫാക്ചറിങ് പ്രോസസ്സുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ അവര് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ ഓഫീസിലുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന വേജസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. പക്ഷെ അല്ലാതെ നമ്മളെ സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നോർമൽ മറ്റുള്ള ഓഫീസിലൊക്കെ സ്റ്റാഫിന് കൊടുക്കുന്ന വേജസും സാലറിയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്താക്കാൻ പാടില്ല, നമ്മൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പം വേജസ് എന്തായിക്കോട്ടെ, ഡയറക്റ്റ് ലേബേഴ്സിന് കൊടുക്കുന്ന ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ലേബേഴ്സിന് കൊടുക്കുന്ന ആയിക്കോട്ടെ, അത് നോർമലി മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധമുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് എന്ത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ നോർമലി വേജസ് വരും. ആ വേജസിൽ എന്തൊക്കെ ഉണ്ടാവാം, അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന ആൾക്കാരുണ്ടാവാം. ഇവൻ ഡയറക്റ്റ് ആയിട്ട് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന ആൾക്കാരായിക്കോട്ടെ,
സ്റ്റിൽ അവർക്ക് എന്തുണ്ട്, മാനുഫാക്ചറിങ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് എന്താക്കണം, എക്സ്പെൻസ് ആക്കണം. ഓക്കെ, വേജസിൽ എന്തൊക്കെ വരാം, അത് ഇവൻ ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ എന്തോ ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് പറഞ്ഞു, മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽ പറഞ്ഞു, അതെല്ലാത്ത ആരുണ്ടാവും, ഇൻഡയറക്റ്റ് എന്തുണ്ടാവാം, മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ ഓക്കെ പിന്നെ അതേപോലെ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചിലപ്പം ഈ റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വന്നെന്ന് വിചാരിച്ചോ, റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് അത് പർച്ചേസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് വരാം, എക്സ്പെൻസ്. അതായത് പർച്ചേസ് റോ മെറ്റീരിയൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വരാം, ഫ്രൈറ്റ് വരാം അല്ലേ. റോ മെറ്റീരിയൽ ആ വാങ്ങിയ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരാം, ഇവിടത്തേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫ്രൈറ്റ് പോലത്തെ എക്സ്പെൻസ്, അതും മാനുഫാക്ചറിംഗ് ബന്ധമില്ലേ. കാരണം ഈ ഫ്രൈറ്റ്, അതായത് ആ ഒരു ഫ്രൈറ്റ്, ആ സാധനം അവിടുന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ മാനുഫാക്ചറിങ് നടക്കൂലല്ലോ, റോ മെറ്റീരിയൽ ഇവിടെ എത്തണ്ടേ അല്ലടാ. അപ്പോൾ ഫ്രൈറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ റോ മെറ്റീരിയൽ ഇവിടെ എത്തുള്ളൂ, എന്നാലേ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഫ്രൈറ്റും എന്ത് എക്സ്പെൻസ് തന്നെയാണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു പിന്നെന്താ, നമ്മൾ ഇവിടെ വരുന്ന മെഷീൻസിന് ഉപയോഗിക്കുന്ന ഡിപ്രീസിയേഷൻ. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്രീസിയേഷൻ. നമ്മൾ ഇവിടുത്തെ അല്ലെങ്കിൽ ചിലപ്പോൾ ആ അസറ്റ് ചിലപ്പം റെന്റ് ആയിട്ട് എടുത്ത അസറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷെ സ്റ്റിൽ ആ റെന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ അസറ്റ് എന്തിനു ഉപയോഗിച്ച്. നോർമലി നിങ്ങൾ മറ്റേ ചാപ്റ്ററിൽ റെന്റൊക്കെ എവിടെയാണ് കണ്ടത്, P&L അക്കൗണ്ടിൽ. കാരണം എന്താ, ആ റെന്റൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി, സെയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിന് കൊടുത്ത റെന്റ് ആയിരിക്കും. ഓക്കെ, ആ റെന്റ് എന്തല്ല, മാനുഫാക്ചറിങ് അല്ല. പക്ഷെ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്ത റെന്റ് ഉണ്ട് എന്നാണെങ്കിൽ അത് നമ്മൾ എന്ത് എക്സ്പെൻസ് ആക്കണം, മാനുഫാക്ചറിങ് എക്സ്പെൻസ് തന്നെ ആക്കണം. ഓക്കെ, അത് ബിൽഡിംഗ് ആയിക്കോട്ടെ, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസറ്റിന് വേണ്ടിയിട്ട് കൊടുത്ത റെന്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനിയിപ്പം ചിലപ്പം കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ റെന്റിന്റെ കേസിൽ ഓക്കെ, റെന്റ് ഒരു 10,000 കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. റെന്റ് എത്ര കൊടുത്തിട്ടുണ്ട്, 10,000 കൊടുത്തിട്ടുണ്ട്. പക്ഷേ റെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്, ഓക്കെ, ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്, റെന്റ് കൊടുത്തത്. പക്ഷേങ്കിൽ ഇതിൽ ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ അകത്താണ്, ഇൻസൈഡിലാണ് നമ്മൾ എന്ത് നടക്കുന്നത്, പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിലും ആ ബിൽഡിങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ നിന്നിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നായിരിക്കും. അതായത് ആ ഓഫീസും അതായത് നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതേ ബിൽഡിങ്ങിൽ തന്നെയാണെന്ന് വിചാരിക്കും. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന ബിൽഡിങ്ങും സെയിൽ നടക്കുന്ന ബിൽഡിംഗ്, അതായത് നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ബിൽഡിംഗ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ റെന്റ് എന്ത് ചെയ്യും, ഓക്കെ, റെന്റ് എന്ത് ചെയ്യും. കാരണം ഇവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ ബിൽഡിംഗ് തന്നെ ഉപയോഗിക്കുന്നത്, സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബിൽഡിംഗ് തന്നെ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ആ ബിൽഡിങ്ങിന് എത്ര പോർഷൻ ആണ് സെയിലിന് വേണ്ടിയിട്ട്, ഓഫീസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അത്രയും പോർഷന്റെ എക്സ്പെൻസ് നമ്മൾ എന്താക്കണം, അതായത് ഓഫീസിന്റെ പോർഷന്റെ എക്സ്പെൻസ് നമ്മൾ എന്താക്കണം, ഇൻഡയറക്റ്റ് ആക്കിയിട്ട് അതെവിടെ പോകണം, P&L നമ്മൾ കാണിക്കണം. മറ്റുള്ള ബാലൻസ് ഉള്ളത് ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് നടക്കുന്ന ആ സ്പേസിന്റെ റെന്റ് നമ്മൾ എവിടെ കാണിക്കണം, മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പ്രധാനം പറയുകയാണെങ്കിൽ ഇതിൽ മൊത്തം 5 ഭാഗമാക്കിയാണ്. അതിൽ 1/5 ഏരിയ എന്തിനോട് ഉപയോഗിക്കുന്നത്, ഓഫീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ തന്നെ പറയും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, മൊത്തം 10,000ന്റെ 1/5 അല്ലെ, 1/5 എന്ന് പറയുമ്പോൾ 2,000 നിങ്ങൾ എവിടെയാണ് കാണിക്കേണ്ടത്, P&Lലേക്കും 8,000 മാത്രം എവിടെ കാണിച്ചാൽ മതി, മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്ക് 8,000 മാത്രം എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, ചില എക്സ്പെൻസ് രണ്ടിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെൻസ് ആണെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ. അപ്പം ഡിപ്രീസിയേഷൻ, റെന്റ് പോലത്തെ കാര്യങ്ങൾ വരാം. ഓക്കെ, ഇനി അടുത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വരുന്നതാണ് ഈ റോയാലിറ്റി, പാറ്റന്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇതാണ് പറയുക, ഒരു മെഡിസിൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു മെഡിസിൻ ആണ്, ആ മെഡിസിൻ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതായിരിക്കുമല്ലേ, പക്ഷെ അയാൾക്ക് ഒറ്റയ്ക്ക് ബൾക്കായിട്ട് ഇത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് അയാൾ നമ്മളെ ഏൽപ്പിക്കുന്നു. പക്ഷെ അയാൾ നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അയാളല്ലേ ഇത് കണ്ടുപിടിച്ചത്, അയാൾ ഡിസ്കവർ ചെയ്ത് ഇൻവെന്റ് ചെയ്ത സാധനം ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, അയാളുടെ അടുത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് വാങ്ങേണ്ടി വരും, പാറ്റന്റ് റേറ്റ്. ഇപ്പൊ കോപ്പി റൈറ്റ് ഒക്കെ ഇല്ലേ, അതായത് പാറ്റന്റ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ആ പാറ്റന്റ് റേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ പാറ്റന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പൈസ ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ പാറ്റന്റിന് വേണ്ടി ചെലവാക്കിയ പൈസന്റെ പോർഷൻ, അതും ആ പാറ്റന്റ് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് നടത്താൻ പറ്റുന്നത്,
മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പാറ്റന്റിന് വേണ്ടി ചിലവാക്കിയ പൈസ എന്തിൻ്റെ ഭാഗം തന്നെയാണ്? മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഉദാഹരണം പറയാം, മൊത്തം പാറ്റന്റിന് വേണ്ടി 1 lakh സ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ 1 lakh ഉപയോഗിച്ചിട്ട് 5 വർഷം നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഈ മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഈ 1 lakh ഒറ്റയ്ക്ക് നമ്മൾ എന്താക്കാൻ പാടില്ല? എക്സ്പെൻസ് ആക്കാൻ പാടില്ല. ഇനി വരാൻ പോകുന്ന 5 വർഷത്തേക്കില്ലേ, അപ്പോൾ ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് എന്ത് ചെയ്യണം? 20,000 വെച്ച് നമ്മൾ ഈ വർഷം എന്താക്കണം? എക്സ്പെൻസ്. അതായത് ഡിപ്രിസിയേഷൻ പോലെ തന്നെ. പാറ്റേൺ നോർമലി ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, അത് 5 വർഷത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന്റെ 5 വർഷത്തെ ഡിപ്രിസിയേഷൻ, അതായത് 20,000 നമ്മൾ എന്താക്കണം? എക്സ്പെൻസ് ആക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ സിമ്പിൾ ഒന്നും ആലോചിക്കണം, മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധമുണ്ടോ? ആ ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഏത് അക്കൗണ്ടിൽ കാണിക്കണം? മാനുഫാക്ചറിംഗ് അക്കൗണ്ടിലേക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഓക്കെ, ഇനി മാനുഫാക്ചറിംഗ്. ഓക്കെ, ഇനി ഈ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകം എന്തായിരിക്കും? മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകം എന്തായിരിക്കും? അതെ, ഇത് ഫുൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും? ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുക, സെയിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ എന്ത് എന്നുള്ളത്? ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും സെയിൽ ചെയ്ത കാര്യങ്ങൾ കാണിക്കാൻ നമുക്ക് ഏത് അക്കൗണ്ട് ഉണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മളിപ്പോൾ എന്താ പോകുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. ഓക്കെ, പക്ഷേ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് അറിയാം. കാരണം സാധാരണ പർച്ചേസ് മറ്റാ കാണിക്കാറ്, ഇപ്പൊ പർച്ചേസ് ഇല്ല, കാരണം ഫിനിഷ്ഡ് ഗുഡ്സ് ഡയറക്റ്റ് വാങ്ങുന്നില്ല. അപ്പൊ ആ പർച്ചേസിന് പകരം നമുക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വന്നു, അത് നമുക്ക് ഇവിടെ കാണിക്കണം. ട്രേഡിംഗ് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഏത് വരുന്നത്? മാനുഫാക്ചറിങ്. അപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ട് നോർമലി എന്തുണ്ടാവില്ല? ഇൻകംസ് ഉണ്ടാവാറില്ല. ഓക്കെ, ആ വരുന്ന കോസ്റ്റ് മൊത്തം നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. നമ്മൾ സാധാരണ പർച്ചേസ് കാണിക്കുന്നിടത്ത് ഇനി ആര് വരും? മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ട് ആ എക്സ്പെൻസ് വരും. എന്നിട്ട് ആ സാധനം നമ്മൾ എന്ത് ചെയ്യും? വിൽക്കുകയാണ്, സെയിൽ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് മൊത്തം ഇനി എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് കുറച്ചും കൂടി മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് 2-3 കാര്യം കൂടി പറയാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നോർമലി ഇൻകംസ് വരാറില്ല. ഇനി മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്കാണ് എന്ത്? ശ്രദ്ധിച്ചോ കേട്ടോടാ, എന്താണ് ബൈ പ്രൊഡക്ട്സ്? ഓക്കെ, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് പുറമെ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടാം? വേറെ എന്തെങ്കിലും സാധനം കിട്ടാം. അതായത് ഈ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ചിലപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് പോലത്തെ സാധനങ്ങളായിരിക്കും. പക്ഷെ ആ വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, കുറച്ച് വേസ്റ്റ് പോലത്തെ സാധനങ്ങൾ കിട്ടും. ആ വേസ്റ്റ് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേറെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ അത് എന്ത് ചെയ്യാൻ പറ്റും? അത് സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. പക്ഷെ അതല്ല നമ്മളെ മെയിൻ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മളെ മെയിൻ പ്രൊഡക്റ്റ് അതല്ല. പക്ഷെ ആ പ്രൊഡക്ഷന്റെ പ്രോസസ്സിൽ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്ത് വരും? ഇങ്ങനെ ചില പ്രൊഡക്ട്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടും, അല്ലേ? ഒരു എക്സാമ്പിൾ, അതായത് നിങ്ങൾക്ക് അങ്ങനെ വരുന്ന ഒരു എക്സാമ്പിൾ പറയാൻ പറ്റൂടാ. അതായത് നിങ്ങൾക്ക് എന്ത് വരും?